ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. ദൈവത്താൽ പ്രത്യേകം സ്നേഹിക്കപ്പെടുന്ന ആത്മാവിന് ദൈവം പരീക്ഷണങ്ങൾ അയക്കുന്നു. പരീക്ഷണങ്ങളും അന്ധകാരവും. സാത്താൻ. ദൈവത്തോട് ആത്മാവിനുള്ള സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. സുവ്യക്തമായ ദൈവസാന്നിധ്യം ആത്മാവിന് പെട്ടെന്ന് നഷ്ടമാകുന്നു. ധാരാളം പോരായ്മകളും കുറ്റങ്ങളും അതിൽ ഉയർന്നു വരുന്നു. അതിനോടെല്ലാം അത് ഉഗ്രമായി പോരാടേണ്ടി വരും. അവളുടെ എല്ലാ വീഴ്ചകളും തലയുയർത്തും. എന്നാൽ ആത്മാവിന് നല്ല ജാഗ്രതയുണ്ടായിരിക്കും. മുൻപുണ്ടായിരുന്ന ദൈവസാന്നിധ്യം മന്ദതയിലേക്കും ആത്മീയ വരൾച്ചയിലേക്കും വഴിമാറും. ആത്മാവിന് ആത്മീയ അഭ്യാസങ്ങളോട് ഒരു താല്പര്യവും കാണുകയില്ല. പഴയ രീതിയിലോ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വിധത്തിലോ അതിന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ഇപ്രകാരം ഒരു കഠിന ശ്രമം നടത്തുമെങ്കിലും ഒരു സംതൃപ്തിയും ലഭിക്കുകയില്ല. ദൈവം അവളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. ഒരു സൃഷ്ടിയിലും സമാശ്വാസം കണ്ടെത്താനോ ഒരു സൃഷ്ടിക്കും അതിനെ ആശ്വസിപ്പിക്കാനോ സാധിക്കുകയില്ല. ആത്മാവ് ദൈവത്തിനു വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്നാൽ അത് തൻ്റെ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ നീതിയെപ്പറ്റിയുള്ള അവബോധം ലഭിക്കുന്നു. ദൈവം തന്ന എല്ലാ ദാനങ്ങളും അതിന് നഷ്ടപ്പെട്ടതായി തോന്നുന്നു. മനസ്സ് മന്ദീഭവിച്ച് അന്ധകാരം വന്ന് നിറയുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പീഡ സഹിക്കുന്നു. കുമ്പസാരക്കാരനോട് തൻ്റെ അവസ്ഥ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഒന്നും മനസ്സിലാക്കപ്പെടുന്നില്ല. അത് കൂടുതൽ അസ്വസ്ഥതകളാൽ ആക്രമിക്കപ്പെടുന്നു. സാത്താൻ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിൻ്റെ ആഘാതത്തിൽ വിശ്വാസം അടിപതറുന്നു. പോരാട്ടം രൂക്ഷമാകുന്നു. ദൈവത്തിൽ പിടിച്ചു നിൽക്കാൻ ആത്മാവ് മാനസികമായി വളരെ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ അനുമതിയോടെ സാത്താൻ കൂടുതലായി അടുക്കുന്നു. പ്രത്യാശയും സ്നേഹവും പരീക്ഷിക്കപ്പെടുന്നു. ഈ പരീക്ഷണങ്ങൾ ദാരുണമാണ്. ദൈവം രഹസ്യത്തിൽ ആത്മാവിനെ സഹായിക്കുന്നു. എന്നാൽ ആത്മാവ് ഇതറിയുന്നില്ല. ഈ സഹായമില്ലെങ്കിൽ അതിന് ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല. എത്രമാത്രം ഒരാത്മാവിന് സഹിക്കാൻ പറ്റുമെന്ന് ദൈവം നന്നായി അറിയുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടും കുമ്പസാരക്കാരനോടുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. സാത്താൻ ആത്മാവിനോട് പറയുന്നു, നോക്കുക, ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല.
എന്തിനാണ് ഇതേപ്പറ്റിയെല്ലാം പറയുന്നത്? ഭയപ്പെടുത്തുന്ന വചനങ്ങൾ ചെവിയിൽ മുഴങ്ങുന്നു. ദൈവത്തിനെതിരായി താൻ തന്നെയാണിത് പറയുന്നതെന്ന് ആത്മാവ് ധരിക്കുന്നു. കാണണമെന്ന് ആഗ്രഹിക്കാത്തത് കാണുന്നു, കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേൾക്കുന്നു. ഇപ്രകാരമുള്ള അവസരങ്ങളിൽ പരിചയസമ്പന്നനായ ഒരു കുമ്പസാരക്കാരൻ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഭയാനകമാണ്. ആത്മാവ് തനിയെ ഈ ഭാരം വഹിക്കുന്നു. സാധ്യമെങ്കിൽ നല്ല അറിവുള്ള ഒരു കുമ്പസാരക്കാരനെ കണ്ടുപിടിക്കാൻ എല്ലാ ശ്രമങ്ങളും അത് ചെയ്യേണ്ടതാണ്. എന്തെന്നാൽ ഈ ഭാരത്താൽ ആത്മാവ് തളർന്നു വീഴാനും തകർച്ചയുടെ വക്കുവരെ എത്താനും ഇടയാകും. ഈ പരീക്ഷണങ്ങളെല്ലാം ഭാരമേറിയതും പ്രയാസമുള്ളതുമാണ്. സ്വർഗീയാനന്ദം അനുഭവിക്കുകയും അവിടുന്നുമായി കൂടുതൽ ഗാഢബന്ധത്തിലായിരിക്കുകയും ചെയ്യുന്ന ആത്മാവിന് മാത്രമേ ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുകയുള്ളൂ. കൂടാതെ ഇതിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ ഭാവിയിലെ പദ്ധതികൾക്കും വലിയ പ്രവർത്തനങ്ങൾക്കുമായി ഒരാത്മാവിനെ ഇപ്രകാരം മുൻകൂട്ടി ഒരുക്കുന്നു. ശുദ്ധമായ സ്വർണം ശോധന ചെയ്യുന്ന പോലെ അതിനെ അവിടുന്ന് പരീക്ഷിക്കുന്നു. എന്നാൽ ഇത് പരീക്ഷണങ്ങളുടെ അന്ത്യമല്ല. പരീക്ഷണങ്ങളുടെ പരീക്ഷണങ്ങൾ ഇനിയുമുണ്ട്. ദൈവത്താൽ പൂർണ്ണമായും കൈവിടപ്പെട്ട ആത്മാവിൻ്റെ അവസ്ഥ.